ഹലോ, അപ്പോൾ ഇന്നൊരു സിമ്പിൾ ബീഫ് കറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. പൊറാട്ടൻ്റെയും ചോറിൻ്റെയും മറ്റേ നെയ്ച്ചോറിൻ്റെയൊക്കെ കൂടെ ഒരുപോലെ കഴിക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ കറിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ അതിനായിട്ട് 1 കിലോ ബീഫ് ഇവിടെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതേപോലെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂണ് കുരുമുളക് പൊടിയും 2 ടീസ്പൂണ് വലിയ ജീരകം പൊടിയും 1/2 ടീസ്പൂണ് ഗരം മസാലയും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഏകദേശം ഒരു 2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ ചേർത്താൽ മതി. പിന്നെ കുറച്ച് കറിവേപ്പില, ഫ്രഷ് കറിവേപ്പില ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായി മസാലയൊക്കെ ആക്കിയിട്ട് അവിടെ വെക്കുക കേട്ടോ. നമുക്ക് കറി ഇപ്പം തന്നെ റെഡിയാക്കാം. ടൈം ഉണ്ടെങ്കിൽ 1/2 മണിക്കൂർ വെക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുക്കറിലാണ് ചെയ്യുന്നത്. കുക്കർ ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണ് ഉലുവ ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കാം കേട്ടോ. ഉലുവ ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ 2 വലിയ സവാള അതേപോലെ കനം കുറഞ്ഞരിഞ്ഞതാണ്. ഇത് വലുതാവുകൊണ്ടാണ് 2 എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ 3 എടുക്കുക കേട്ടോ. അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. നല്ല ബ്രൗൺ കളർ ആവണ വരെ വഴറ്റിയെടുക്കണം. അതാണ് ഇതിൻ്റെ മെയിൻ കേട്ടോ. നമ്മൾ ഏത് കറി ഉണ്ടാക്കുമ്പോഴും ഉള്ളിയൊക്കെ നന്നായി വഴറ്റിയെടുക്കുമ്പോൾ അതിലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ബീഫ് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇനി ഇത് സെപ്പറേറ്റ് വേറെ ഒന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കുക്കറിൽ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഉള്ളി പെട്ടെന്നൊന്ന് വാടിക്കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ബ്രൗൺ ആവണവരെ തന്നെ വഴറ്റി കൊടുക്കുക കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മറക്കാതെ തന്നെ ഒന്ന് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ ഇവിടെ ഉള്ളി നന്നായി വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി ചതച്ചതിട്ട് കൊടുക്കാം കേട്ടോ. ഞാനൊരു 10 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ടാവും കേട്ടോ. ചെറുത് വലുതായാലും കുഴപ്പമില്ല. ചെറിയ ഉള്ളി എത്ര ഇട്ടാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. പച്ചമുളകൊക്കെ പോകണ വരെ നന്നായി വഴറ്റിയെടുക്കുക. സിമ്മിലിട്ടിട്ട് എപ്പോഴും ഇളക്കി കൊടുക്കണമെന്നില്ല കേട്ടോ. അങ്ങനെ ഉള്ളി വഴറ്റിയെടുത്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് 2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും ചേർത്ത് കൊടുക്കുക കേട്ടോ. ബീഫിൽ എപ്പോഴും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കുറേശ്ശെ എണ്ണയിട്ട് ഇടാൻ പാടുള്ളൂ. ഇതിലേക്ക് ഞാനൊരു ചെറിയ തക്കാളി അരിഞ്ഞതും കൂടി ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ഒന്ന് മിസ്സായതാണ് കേട്ടോ വീഡിയോ. അപ്പോൾ നിങ്ങൾ മറക്കാതെ ഒരു ചെറിയ തക്കാളിയും കൂടി അരിഞ്ഞത് ചേർത്തിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. നന്നായി വഴണ്ട് വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ബീഫൊക്കെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നന്നായിട്ട് ആ മസാലയൊക്കെ ഒന്ന് മിക്സായി ബീഫൊക്കെ നന്നായിട്ടൊന്ന് ചൂടാവണം കേട്ടോ. അതിനുശേഷം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഏകദേശം 1 കപ്പോളം വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് വെള്ളം ചേർത്തിട്ട് ബീഫ് നന്നായി 2-3 മിനിറ്റ് കുക്ക് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് കുക്കർ അടച്ചിട്ട് ഹൈ ഫ്ലെയിമിലൊരു വിസിൽ, മീഡിയം ഫ്ലെയിമിലൊരു വിസിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ബീഫ് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ബീഫിൻ്റെ വേവിനനുസരിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. കണ്ടില്ല എത്ര ഇല്ല കേട്ടോ. കറിഞ്ഞത് വേറെ നമ്മൾ അടുപ്പിലിട്ടിട്ട് വരട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിൾ ഒരു ബീഫ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കറി കൂടുതൽ വേണമെങ്കിൽ 1 കപ്പിന് വരെ 1.5 കപ്പൊക്കെ വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ കറക്റ്റ് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ച് ബീഫ് വെന്ത് വന്ന് കഴിഞ്ഞപ്പോഴത്തേന് കറക്റ്റ് വെള്ളമൊക്കെ ആയിട്ട് നല്ലൊരു ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.